ആരോഗ്യത്തിന്റെ വഴിയിൽ. ഗുരുജി ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ബോധം എന്ന ചികിത്സാവിധി. മനുഷ്യന്റെ വളർച്ചയിൽ നാം കാണുന്നത് ഇതാണ്. ശരീരം ആദ്യം വരുന്നു, പിന്നെ മനസ്സും. ആത്മചൈതന്യമാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നത്. ചൈതന്യം ശരീരത്തെ വളർത്തുന്നു, സൂക്ഷിക്കുന്നു, പിന്നെ ക്രമത്തിൽ അതിൽ നിന്ന് വേർപെടുകയും ചെയ്യുന്നു. ആത്മചൈതന്യം, നമ്മുടെ ഉണ്മ, ആണ് ആദ്യം. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാക്കുന്നത് നമ്മിലുള്ള പ്രാണചൈതന്യമാണ്. അത് രക്തം പമ്പ് ചെയ്യുന്നു, മസ്തിഷ്കത്തെ പ്രവർത്തിപ്പിക്കുന്നു, കോശങ്ങളിൽ ജീവൻ നിലനിർത്തുന്നു. ശരീരത്തെ നിയന്ത്രിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും പ്രാണചൈതന്യത്തിനുള്ള സാധ്യതകൾ അനന്തമാണ്. സന്തോഷവും സന്താപവും അനുഭവിച്ചറിയുന്നത് മനസ്സാണ്. മനസ്സ് കണ്ണുകളിലൂടെ നോക്കുന്നു, ലോകത്തുള്ളതെല്ലാം കണ്ടറിയുന്നു. മനസ്സ് കാതുകളിലൂടെ കേൾക്കുന്നു, എല്ലാ ശബ്ദങ്ങളും അറിയുന്നു. ലോകവുമായുള്ള നിങ്ങളുടെ ചേർച്ച മനസ്സിലൂടെയാണ്, പ്രാണശക്തിയിലൂടെയാണ്. സുഷുപ്തിയിലായിരിക്കുമ്പോൾ മനസ്സ് ലോകത്തോടൊപ്പമല്ല. അപ്പോഴത് അതിന് തന്നെ കൂട്ടിരുന്ന് സ്വയം വീണ്ടെടുക്കും. വീണ്ടും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ മനസ്സ് പുറത്തേക്ക് കടന്നു ചെന്ന് സ്വയം പ്രകാശിപ്പിച്ച് ലോകത്തിലെ സുഖവും ദുഃഖവും അറിഞ്ഞനുഭവിക്കുന്നു. ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സന്താപവും ഇല്ല, രണ്ടും നിങ്ങൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ മനസ്സ് ഉൾവലിഞ്ഞ് അതിന്റെ തോടിനുള്ളിലേക്ക് മടങ്ങുന്നു. പ്രവൃത്തിയിൽ മുഴുകുക, ആത്മസ്വരൂപത്തിലേക്ക് തിരിച്ചു ചെല്ലുക. ഇത് രണ്ടും മാറി മാറി നടക്കുമ്പോഴാണ് സൃഷ്ടി സംഭവിക്കുന്നത്. വിശ്രാന്തിക്കും പ്രവൃത്തിക്കും ജോലിക്കും ഇടവേളയ്ക്കും ഇടയിലുള്ള തുടിപ്പാണ് ജീവിതം. ഇത് രണ്ടിന്റെയും ആകത്തുകയാണ് ജീവിതം. ജീവിതം എന്ന് വെച്ചാൽ കർമ്മത്തിൽ ഏർപ്പെടൽ മാത്രമല്ല, വിശ്രമം മാത്രവുമല്ല. രണ്ടും മാറി മാറി വരുമ്പോഴാണ് ജീവിതമാവുന്നത്. സ്വയം സൗഖ്യപ്പെടുത്താനും വളർത്താനുമുള്ള അനന്യമായ ഒരു കഴിവ് ജീവിതത്തിനുണ്ട്. ബോധസ്വരൂപത്തിനുള്ള ശക്തി അപാരമാണ്. എല്ലാ സൃഷ്ടിയിലും കൃത്യമായ ക്രമം പാലിക്കാൻ ശക്തി കാട്ടുന്ന അതേ ബോധം, ഓരോ ചെടിത്തണ്ടിനും വേണ്ട നീളവും നിറവും തീരുമാനിക്കുന്ന അതേ ബുദ്ധി, ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ചെടിയുടെ മുഴുവൻ രൂപരേഖയും അതിലുണ്ട്. കട്ടിയുള്ള ഭാഗം ഏതാണ്, മൃദുവായ ഭാഗം ഏതാണ്, ഉൾവശം ഏതാണ് എന്നെല്ലാം. ഈ രീതിയിൽ തന്നെ നമ്മുടെ കോശങ്ങളിലുള്ള DNA-യിൽ നമ്മുടെ രൂപരേഖ പൂർണ്ണമായുമുണ്ട്. വിത്തിന്റെ അവസ്ഥയിൽ വരുത്തുന്ന ഒരു മാറ്റം ചെടിയുടെ കാണ്ഡത്തിലും പുഷ്പത്തിലും ചെടിയുടെ സമഗ്രതയിൽ തന്നെയും മാറ്റങ്ങൾ വരുത്തിവെക്കാം. നമ്മുടെ അസ്തിത്വത്തിന്റെ ഈ തലത്തിൽ നമ്മുടെ ബോധത്തിന്റെ കാമ്പിൽ മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നാം പ്രഭവസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. അത് ബോധമാണ്, നമ്മുടെ മനസ്സ് തന്നെ. ശരീരത്തെ, അതിന്റെ ചെറുത്തുനിൽപ്പിനെ, ശക്തിയെ എല്ലാം നിയന്ത്രിക്കാനുള്ള അപാര സാധ്യതകളാണ് ആ ആഴത്തിലുള്ളത്. ജർമ്മനിയിൽ നിന്നുള്ള ഒരു ലേഡി ഡോക്ടർ കുറച്ചുനാൾ മുമ്പ് ഗുരുജിയെ കാണാൻ വന്നിരുന്നു. 40 വയസ്സ് മാത്രമുള്ള ഒരു സർജൻ. അവർക്ക് പെട്ടെന്ന് പടരുന്ന ഒരുതരം ക്യാൻസർ ബാധിച്ചിരുന്നു. ക്യാൻസർ ശരീരം മുഴുവൻ ബാധിച്ചതുകൂടാതെ മസ്തിഷ്കത്തിൽ ട്യൂമറുമുണ്ട്. കൂടിയാൽ 3 മാസം, അത്രയേ അവർ ജീവിക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഹൈഡൽബർഗിൽ ഞാനുണ്ട് എന്ന് കേട്ടറിഞ്ഞ് അവർ
ഞാൻ അതായത് ഗുരുജിയെ കാണാനെത്തി. ഭർത്താവാണ് കൊണ്ടുവന്നത്. ഈ ലോകത്തോട് വിട പറയാനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞിരുന്നു, വിൽപത്രമടക്കം. ഗുരുജി ഒരു ഏകദിന സെമിനാർ നടത്തിക്കൊണ്ടിരുന്ന പഠന കേന്ദ്രത്തിലേക്ക് സ്ട്രെച്ചറിലെടുത്താണ് അവരെ കൊണ്ടുവന്നത്. സ്വസ്ഥമായി കിടന്ന് പരിപാടിയിൽ പങ്കെടുത്തോളാൻ ഞാൻ പറഞ്ഞു. ഗുരുജി അവരുമായുള്ള ആ സംഭാഷണം അവരുമായുള്ള കൂടിക്കാഴ്ച വിവരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ സമയത്ത് അവർക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇറ്റലിയിൽ 4 ദിവസത്തെ മറ്റൊരു കോഴ്സിന് ഗുരുജി പുറപ്പെട്ടു. അതിൽ പങ്കെടുക്കാൻ അവർ യാത്ര ചെയ്തു വന്നു. പിന്നെ 10 ദിവസത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലും അവരെത്തി. ആദ്യത്തെ കോഴ്സിൽ പങ്കെടുത്തിട്ട് 3 വർഷത്തിലേറെയായിട്ടും അവർ ആരോഗ്യവതിയും സന്തോഷവതിയുമായി തുടരുന്നു. അല്പം മെലിഞ്ഞു എന്നതൊഴിച്ചാൽ ഡോക്ടർമാർ 3 മാസം മാത്രം നൽകിയിരുന്ന അവർക്ക് ക്യാൻസർ പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഞാൻ പാരീസിലുണ്ടായിരുന്നപ്പോൾ, അതായത് നമ്മുടെ ഗുരുജി പാരീസിലുണ്ടായിരുന്നപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് കാർ ഓടിച്ചെത്തി. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ക്യാൻസർ മാറാൻ സഹായിച്ചത് എന്തായിരിക്കാം എന്ന് ഗുരുജി അവരോട് ചോദിച്ചു. ഇത് വിശദീകരിക്കാനുള്ള ഒരു മാർഗം ഓരോ കോശവും ബോധത്തിന്റെ ഒരു പാട കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോ ഊർജത്തിന്റെ ഒരു മേഘശകലം കൊണ്ട് ഈ ഊർജം അഥവാ ബോധം ജീവസുറ്റതും ആനന്ദം നിറഞ്ഞതും ശുദ്ധവും സംഘർഷത്തിൽ നിന്നും മുക്തവും ആവുമ്പോൾ അതിന് DNA-യിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. എന്നിട്ട് കോശങ്ങളെ ശുദ്ധീകരിച്ച് ജീവസുറ്റതാക്കാനും അവർ തുടർന്നു പറയുകയുണ്ടായി. 10-15 ദിവസം തുടർച്ചയായി ശ്വസന പരിശീലനവും സുദർശനക്രിയയും ധ്യാനവുമൊക്കെ ചെയ്തപ്പോൾ ഇതായിരിക്കാം സംഭവിച്ചത്. ഈ ഒരു വിശദീകരണമേ എന്റെ മനസ്സിൽ തോന്നുന്നുള്ളൂ എന്നാണ് അവരുടെ ഉത്തരം. കോശങ്ങൾ ഒറ്റയ്ക്കൊരു വസ്തുവായല്ല നിലനിൽക്കുന്നത്. അവയെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ബോധമാണ്, മനസ്സാണ്, സൃഷ്ടിയുടെ അടിസ്ഥാനമായ പരമമായ ഉണ്മയാണ്. സുദർശനക്രിയ അല്ലെങ്കിൽ ഗാഢമായ ധ്യാനം, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ പലതും ഗുരുജി കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു ഡോക്ടർ ഓക്സിജന്റെ ലഭ്യത വൈറസുകളെ നശിപ്പിക്കും എന്ന് പറയുകയുണ്ടായി. ശ്വാസകോശത്തിന്റെ യഥാർത്ഥ ക്ഷമതയുടെ 30% നാം സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്താറുള്ളൂ. പ്രാണായാമം ശ്വാസകോശത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു. സുദർശനക്രിയയാവട്ടെ ശരീരത്തിൽ ഓക്സിജൻ നിറയ്ക്കുന്നു. ശരീരത്തിലെ അശുദ്ധികളുടെ 90% പുറത്തു കൊണ്ടുപോകുന്ന പ്രക്രിയ, അതാണ് ശ്വസന പ്രക്രിയയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ദീർഘമായി ശ്വാസമെടുക്കുന്നത് ശരീരത്തിലെ അശുദ്ധികൾ കുറയ്ക്കും. ഈ ക്രിയകളും ദൈവകൃപയും ഒന്നിച്ചു ചേർന്നാൽ രോഗത്തിന്റെ മൂലഹേതു ഇല്ലാതാക്കാൻ സാധിക്കും. ക്യാൻസർ, HIV തുടങ്ങിയ മരണഹേതുവായ രോഗങ്ങളെ മറ്റൊരു രീതിയിൽ കൂടി നോക്കിക്കാണാം. അത്തരമൊരു രോഗം തനിക്കുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തനിക്കിനി സ്വല്പം കൂടിയേ ആയുസുള്ളൂ എന്ന് രോഗി അങ്ങ് ഉറപ്പിക്കും. ഭയത്തിൽ നിന്ന് മുക്തനാവുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഭയം ശരീരത്തിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിനു പകരം അതിനെ തകിടം മറിക്കുകയാണ് ചെയ്യുക. 3-ാം ലോക രാജ്യങ്ങളുടെ കാര്യം നോക്കിയാൽ പലരും ജീവിക്കുന്നത് എപ്പോഴാണ്, മരിക്കുക എന്നുറപ്പാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ്. ചിലപ്പോൾ അടുത്തയാഴ്ച ഒരു വെള്ളപ്പൊക്കം വന്ന് കുടുംബത്തെ അപ്പാടെ വേരോടെ പിഴുതുകൊണ്ടുപോകാം. ജീവിക്കുന്നത് എവിടെയായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഒരിക്കൽ മരിക്കും. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചെങ്കിലും
ആരെയെങ്കിലും മരിക്കാതെ നിലനിർത്തിയെ കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ടോ? മോൺട്രിയാലിലെ ചിലർ ഗുരുജിയോട് ചോദിച്ചു, HIV ബാധിതരോട് അവർ എന്തു പറയണം എന്ന്. അവരോട് സഹതാപം പ്രകടിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് സഹതാപം ആവശ്യമില്ല. എല്ലാവരുടെയും ധാരണ എയ്ഡ്സ് വന്നവർ സഹതാപാർഹരാണ്, അവരെക്കുറിച്ചോർത്ത് നാം ദുഃഖിക്കണം എന്നൊക്കെയാണ്. എന്നാൽ ഗുരുജി പറയുന്നു, ദുഃഖിക്കേണ്ട കാര്യമില്ല. മരണം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പറയാം, ശരി, എനിക്ക് കൂടി ഒരു സീറ്റ് ബുക്ക് ചെയ്തോളൂ, സ്വല്പം കഴിഞ്ഞാൽ ഞാനും പിന്നാലെ വരാം. എന്തായാലും നിങ്ങളും മരിക്കും എന്ന് തീർച്ച. ഡോക്ടർ മരിക്കും, രോഗിയും മരിക്കും, എല്ലാവരും മരിച്ചു പോകുന്ന ഇടമാണിത്. എല്ലാവർക്കും ഉറപ്പായിട്ടുള്ള ഒന്നാണ് മരണം. എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ മരിക്കുന്നത് പുഞ്ചിരിയോടെയാണോ അതോ ദുഃഖത്തോടെ പിറുപിറുത്തുകൊണ്ടോ? എപ്പോൾ മരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. അത് ഒരു അപകടത്തിലാവാം, ഭൂകമ്പത്തിലാകാം. രോഗികൾ മാത്രമല്ല, ആരോഗ്യമുള്ളവരും മരിക്കുന്നു. രോഗത്തിന് മരണവുമായി ഒരു ബന്ധവുമില്ല. പലപ്പോഴും രോഗികൾ സ്വന്തം ജീവിതം ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാറുണ്ട്. പലപ്പോഴും ആരോഗ്യമുള്ളവർ അതിലും എത്രയോ വേഗം മരിക്കുകയും പതിവാണ്. ഭയത്തിന്റെ മൂലഹേതു അവബോധവും നിരീക്ഷണവും കൊണ്ട് പിഴുതെറിയാവുന്നതേയുള്ളൂ. മനസ്സിന്റെ ബോധത്തിന്റെ പ്രഭവസ്ഥാനത്ത് ശ്രദ്ധയർപ്പിച്ച് വേണ്ടത് ചെയ്താൽ ആരോഗ്യം വീണ്ടെടുക്കാം. കാരണം ശുദ്ധമായ ബോധം സ്നേഹം തന്നെയാണ്. നമ്മുടെ ഭൂമണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭിഷഗ്വരനാണ് സ്നേഹം. ഏറ്റവും വലിയ ശക്തിയും അതുതന്നെ. അപ്പോ സ്നേഹമുള്ളപ്പോൾ ഭയമുണ്ടാവില്ല എന്ന് ഗുരുജി പറഞ്ഞല്ലോ. ഭയമുള്ളപ്പോൾ സ്നേഹമുണ്ടാവില്ല എന്നും. ഈ ഭയത്തെ എങ്ങനെ മറികടക്കും? ഭയത്തെ മറികടക്കാൻ ആദ്യം വേണ്ടത് നിരീക്ഷണമാണ്. ഭയത്തെ നിരീക്ഷിക്കൂ. ഭയം വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? നെഞ്ചിനകത്ത് എന്തോ ഒരു അവസ്ഥ അനുഭവമാകുന്നു. നിരീക്ഷിക്കൂ. ആ അനുഭവത്തെ ആഴത്തിൽ ചെന്ന് നിരീക്ഷിക്കൂ. മനസ്സിലെ ഓരോ വികാരവും ശരീരത്തിന്റെ ബന്ധപ്പെട്ട ഒരു ഐന്ദ്രിയ അനുഭവം ഉണ്ടാക്കും. ആ അനുഭവത്തെ നിരീക്ഷിക്കുമ്പോൾ വികാരം ഒരു ശാരീരിക അനുഭവമായി രൂപാന്തരപ്പെട്ട് അപ്രത്യക്ഷമാവും. കണ്ടില്ലേ? ഈ നിരീക്ഷണം ഒരു ധ്യാനമാണ്. ശരീരത്തിന്റെ അനുഭവത്തെ നിരീക്ഷിക്കുന്നതോടെ ആ ശാരീരിക അനുഭവത്തിന് ആശ്വാസം ലഭിക്കും. അതോടെ മനസ്സ് സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. നിരീക്ഷണത്തിന് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ ഒരു ബന്ധുതയുടെ തോന്നൽ മനസ്സിൽ നിലനിർത്തൂ. ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം എന്നെ കാക്കും. അല്ലെങ്കിൽ എനിക്കെന്റെ ഗുരുവുണ്ട്, എന്റെ മേൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയുണ്ട്, ദൈവീക ശക്തി എന്നെ കാക്കുന്നുണ്ട്. ഈ സ്വന്തം ബോധം ഭയത്തെ അകറ്റും. നിങ്ങൾ ആർക്കോ സ്വന്തമാണ്, ദൈവത്തിന് അല്ലെങ്കിൽ ഗുരുവിന്. നിങ്ങൾ ഈ ലോകത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഏതോ മകൾ ശക്തിയുടെ ഈ ബന്ധബോധത്തിൽ ഭയമില്ലാതാവുന്നു. ഇതായിരിക്കാം കൂടുതൽ ലളിതവും സുഗമവുമായ മാർഗം. അത് സാധ്യമാവുന്നില്ലെങ്കിൽ എല്ലാറ്റിന്റെയും അസ്ഥിരാവസ്ഥ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വേണമെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒന്നിനെയും മുറുകെ പിടിച്ചിരിക്കാൻ സാധിക്കില്ല. വസ്തുക്കൾ വരും പോകും, ആളുകൾ വരും പോകും. അവരുടെ മാനസിക ഭാവങ്ങൾ മാറും, വികാരങ്ങൾ മാറും, അവർ നിങ്ങളോട് പെരുമാറുന്ന രീതികൾ മാറും, എല്ലാം മാറും. ചുറ്റുമുള്ള എല്ലാത്തിന്റെയും അസ്ഥിരത കണ്ടറിയൂ. ലോകം അപ്പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ ഒരു ശക്തി കൈവരിക്കും. അപ്പോഴും ഭയം അപ്രത്യക്ഷമാവും. ഭയം നിങ്ങളെ വിടാതെ പിടിച്ചു തൂങ്ങുകയാണ്. ഈ ജീവിതത്തിൽ വിടാതെ പിടിച്ചിരിക്കാൻ യാതൊന്നുമില്ലതാനും. ഒരു നാൾ എല്ലാറ്റിനോടും യാത്ര പറയേണ്ടി വരും, സ്വന്തം ശരീരമടക്കം എല്ലാത്തിനോടും.
ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വലിയൊരു ശക്തി പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അതോടെ നിങ്ങൾ ചിരിക്കാൻ കഴിവ് നേടും. നാമെല്ലാം ഈ ലോകത്തിൽ വന്നത് കരഞ്ഞുകൊണ്ടാണ്. ഇവിടെ എത്തിയതും തുടങ്ങി കരച്ചിൽ. അപ്പോൾ നിങ്ങൾ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും കരയിച്ചിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളോ ഡോക്ടറോ പുറത്ത് തട്ടിക്കരയിക്കും. എന്നിട്ടും നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ കരഞ്ഞു തുടങ്ങുന്നത് അവരായിരിക്കും. ജീവിതത്തിൽ കൂടുതൽ തിരിച്ചറിവ് നേടി ഓരോ നിമിഷവും ചിരിച്ചുകൊണ്ട് നാം ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നു. അതാണ് വളർച്ച. അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം പൂത്തു വിടരുന്നത്. കേട്ടില്ലേ? പൂത്തു വിടരുകയാണ്. വളരെ വളരെ പ്രായമായ ചിലരുണ്ട്. വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും മരിച്ചു പോകാം എന്ന കാര്യം അവർക്ക് വിശ്വാസമാവുകയേയില്ല. മനസ്സിലായില്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ, വേണ്ടി വന്നാൽ ഇന്ന് മരിക്കാൻ തയ്യാറാണോ? അല്ല എന്നേ ഉത്തരം കിട്ടൂ. ജീവിതത്തിന്റെ ഗുണമേന്മ, ഓരോ നിമിഷത്തിലെയും ജീവിതത്തിന്റെ തീഷ്ണത, ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം, ജീവിതത്തിന്റെ പ്രകൃതം, രോഗവിമുക്തി നേടാനുള്ള നിങ്ങളുടെ ശേഷി, ഇതെല്ലാമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതോർജത്തിന് ശരീരത്തിന്റെ രോഗം ശമിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. മനസ്സ് ഭീതിയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും കോപത്തിൽ നിന്നും മുക്തമാണെങ്കിൽ, അതായത് മനസ്സ് കൂടുതൽ തെളിമയാർന്നതാവുമ്പോൾ നിങ്ങൾക്ക് ഏത് രോഗബാധയിൽ നിന്നും ശരീരത്തെ മുക്തമാക്കാൻ സാധിക്കും. മനസ്സിന്റെ ശക്തി അപാരമാണ്. 0 നിന്ന് 20 ഡിഗ്രി താഴെയായിരിക്കാം താപനില. സാരമില്ല, നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം, ചെരുപ്പ് പോലും ഇടാതെ. ഒന്നും സംഭവിക്കില്ല. ഞാൻ കാല് ശരിയെന്ന ഗുരുജി കാൽഗരി എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ താപനില -20 ഡിഗ്രി ആയിരുന്നു. എല്ലാവരും പറഞ്ഞു, അയ്യോ, കോട്ടും ഷൂസും ഒന്നും ഇല്ലാതെ പുറത്തു പോകരുതേ. ഗുരുജി അതൊന്നും സാരമാക്കിയില്ല. സാരമില്ലെന്ന് പറഞ്ഞു. അവിടെ തണുത്തുറഞ്ഞ ഒരു തടാകമുണ്ടായിരുന്നു. അവർ അതിന്റെ മുകളിലൂടെ നടന്നു. അത് ആനന്ദകരമായിരുന്നു, സുന്ദരവും. മനസ്സ്, ബോധം വളരെ ശക്തമാണ്. ശരീരത്തിന് ചില പരിമിതികളുണ്ട് എന്നത് ശരി തന്നെ. യാതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇനി നാളെ തീയിൽ നടക്കാനൊന്നും പോകരുത്. വേണമെങ്കിൽ അതും സംഭാവ്യമാണ് എന്നത് വേറെ കാര്യം. ഇക്കാര്യത്തിൽ ഗുരുജി എല്ലായിടത്തും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറുള്ള ഒരു വിദ്യയാണ് സുദർശനക്രിയ. സുദർശനം എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ച എന്നർത്ഥം. ക്രിയ എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ്. ആദ്യത്തെ ദിവസം തന്നെ 1 മണിക്കൂർ കൊണ്ട് ഊർജവും മനസ്സും ഓക്സിജനും ശരീരത്തിലെ ഓരോ കോശത്തിലും കടന്നുചെന്ന് എങ്ങനെ ആഴത്തിൽ ശുദ്ധീകരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കും. ബോധത്തിന്റെയും മനസ്സിന്റെയും ഇരിപ്പിടമായ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പീറ്റ്യൂട്ടറി ഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ പ്രയോജനം എന്താണെന്ന് ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അത് ശരീരത്തിലുടനീളം സന്തുലിത ക്രമം ഉറപ്പാക്കുന്ന പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അന്നുള്ളവർക്ക് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു, ശരീരത്തിൽ ഇതാ ഇവിടെയായി ഒരു കേന്ദ്രമുണ്ട്. ഇവിടെ സ്വൽപ്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നാഡീവ്യവസ്ഥയ്ക്ക് അത് ഗുണം ചെയ്യും. ബോധം ഈ ഗ്രന്ഥികളിലൂടെ പ്രവർത്തിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ശുദ്ധീകരിച്ച് അതിന് ഊർജം പകരുന്നു. സംസ്കൃതത്തിൽ ആരോഗ്യത്തിന് സ്വാസ്ഥ്യം എന്നാണ് പറയുക. സ്വന്തം സ്വത്വത്തിൽ നിലയുറപ്പിക്കുക എന്നാണ് ഇതിനർത്ഥം. കേന്ദ്രീകൃത ഭാവത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ആരോഗ്യം എന്നതിനർത്ഥം. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകൃതവും ശല്യമുക്തവും ദൃഢവുമാണോ എന്നതാണ്.
നാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു ആശയമുണ്ട്. നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കണം. ഇത് 100% ഫലപ്രദമാവില്ല എന്ന് മാത്രം. കുറച്ചൊക്കെ ഗുണഫലം ചെയ്യുമെങ്കിലും പൂർണ്ണമായ ഫലം കിട്ടില്ല. കാരണം എന്താണെന്നോ? ചിന്തിക്കുന്ന ബോധമനസ് നിങ്ങളുടെ സമ്പൂർണ്ണ ബോധത്തിന്റെ 10 മാത്രമേ വരുന്നുള്ളൂ. പലപ്പോഴും സ്വന്തം മനസ്സിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നല്ല ചിന്തകൾ ദുഷ്ചിന്തകളെ ആഴത്തിലേക്ക് തള്ളി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം പോസിറ്റീവ് തിങ്കിങ് ചിലപ്പോൾ മാനസിക വിഷണ്ണതയ്ക്ക്, അതായത് ഡിപ്രഷൻ പോലും ഉണ്ടാവാൻ കാരണമാവാം. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് എന്ന് ചിന്തിച്ചു കൂട്ടുന്നു. അതേസമയം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ നെഗറ്റീവായി എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നല്ല ചിന്തയെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുമ്പോൾ ചീത്ത ചിന്ത നിങ്ങളുടെ തന്നെ ആഴത്തിൽ എവിടേക്കോ മാറുകയാണ്. ഒരു ചീത്ത ചിന്ത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ദുഷ്ചിന്തയുടെ സ്രോതസ്സിൽ ശ്രദ്ധയർപ്പിക്കൂ. സംഘർഷത്തിൽ നിന്നും ആദിയിൽ നിന്നുമാണ് അശുഭചിന്തകൾ വരുന്നത്. അക്രമം, കോപം, നൈരാശ്യം ഇതെല്ലാം വരുന്നത് ആദിയിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നുമാണ്. സ്വസ്ഥനും സന്തോഷവാനുമായ ഒരാളിൽ ദുഷ്ചിന്തകൾ ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? മനസ്സിൽ എത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നു അത്രമാത്രം ദുഷ്ചിന്തകളും കൂടും. വെറുതെ സന്തോഷകരമായ ഒരു ചിന്ത കൊണ്ട് മനസ്സിനെ തലോടുന്നതിനു പകരം സ്വന്തം ആഴത്തിലേക്ക് കടന്നു ചെല്ലൂ. ശ്വാസത്തിലൂടെ, ധ്യാനത്തിലൂടെ, എന്നിട്ട് സ്വയം ശുദ്ധീകരിക്കൂ. ചീത്ത മാനസികാവസ്ഥയുടെ കടവേര് തേടിച്ചെന്ന് അതിന്റെ കാരണമേ നശിപ്പിക്കണം. അതിന് അധിക സമയമൊന്നും വേണ്ട. പ്രത്യേകിച്ചും സുദർശനക്രിയയിൽ ഇത് പെട്ടെന്ന് സാധിക്കും. 1 മണിക്കൂർ വെച്ച് 2 ദിവസത്തെ പരിശീലനം ശരീരത്തെ ശുദ്ധീകരിക്കും. മാനസിക ലാഘവം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യമായി, സ്വന്തം ബോധം എങ്ങനെ വളർത്തിയെടുക്കാം? അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നല്ല സ്വന്തം ബോധം എന്നുള്ളതാണ് ഗുരുജിയുടെ ഉത്തരം. സംഘർഷവും ഭീതിയും ഒഴിവാക്കിയാൽ സ്വന്തമാണ് എന്ന ബോധം താനെ വരും. സമഗ്രമായ ഈ അസ്തിത്വത്തിന് നിങ്ങളും സ്വന്തപ്പെട്ടു നിൽക്കുന്നു. അല്ലാതെ നിങ്ങൾ വേറിട്ടല്ല. നിങ്ങൾ ശ്വാസിക്കുന്നുണ്ടല്ലോ, അല്ലെ? നിങ്ങൾ ശ്വസിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അകത്തു ചെന്ന് പുറത്തേക്ക് തിരിച്ചു ചെല്ലുന്ന വായു മറ്റൊരാളുടെ ഉള്ളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് മറ്റൊരാളിലേക്ക്, ലോകം മുഴുവൻ അത് ചുറ്റി സഞ്ചരിക്കുന്നു. അതേ വായു, അതേ ശ്വാസം നിങ്ങളുടെ ശരീരത്തിലെത്തുന്നത് അതേ വെള്ളം ആവിയായി ശ്വാസത്തിലൂടെ പുറത്തുപോയി എല്ലായിടത്തും എത്തുന്നു. മനസ്സിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമുള്ളതല്ല മനസ്സ്. വിദ്യുത് കാന്ത വലയം പോലെ അത് എങ്ങും പരന്നു കിടക്കുകയാണ്. നാം എല്ലാം ജീവിതമാകുന്ന സമുദ്രത്തിൽ ആണ്ടുമുഴുകി കഴിയുകയാണ്. ഇവിടെയും അവിടെയുമൊക്കെ മാത്രമുള്ള ഒന്നാണ് ജീവിതം എന്ന് ധരിക്കരുത്. എനിക്ക് നിങ്ങൾക്കുമിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജീവിതം. ശരീരങ്ങൾ ഈ മഹാസമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാക്കകളെ പോലെ മാത്രം. എങ്ങും പരന്നു കിടക്കുന്ന ജീവിതത്തിൽ നാം എല്ലാം പൊങ്ങിക്കിടക്കുകയാണ്. ഈ തിരിച്ചറിവ് മനസ്സിൽ ഉറച്ചാൽ ഞാൻ എന്നെ എന്ന തോന്നൽ അലിഞ്ഞ് അപ്രത്യക്ഷമാകും. അതോടെ നിങ്ങൾ സ്വാഭാവികമായ പ്രകൃതത്തിലെത്തുകയും ചെയ്യും. ഒരു ശിശുവിനെ പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ തികഞ്ഞ പൂർണ്ണതയോടെ ഉള്ളിൽ തട്ടി പുഞ്ചരിക്കും. മറ്റൊരു കാര്യം വിരഹത്തിന്റെ യാതനയാണ്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പിന്നെ അയാൾ ചെയ്യുന്ന നിസ്സാരമായി എന്തോ ഒന്ന് നിങ്ങളിൽ വലിയൊരു മുറിവേൽപ്പിക്കുന്നു. അത് കടുത്ത ആദിയും വേദനയുമാണ് വരുത്തിവെക്കുന്നത്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ്. ഈയിടെ ഗുരുജിയെ കാണാൻ വന്ന ഒരു യുവതി പറഞ്ഞു,
ഈയിടെ ഞാൻ എന്റെ പ്രതിശ്രുത വരനുമായി തെറ്റിപ്പിരിഞ്ഞു. ഇപ്പോൾ ആ വേർപാട് താങ്ങാനാവുന്നില്ല. അയാളുമായി ജീവിക്കാനും വയ്യ, അയാളിൽ നിന്ന് വേർപെടാനും വയ്യ. ഇത് വ്യഥയാണ്. ഇത് ഒരു മുറിപ്പാട്, ഒരു ശൂന്യത സൃഷ്ടിക്കും. മനസ്സിന് അത് താങ്ങാനാവാത്തതുപോലെ തോന്നും. നിങ്ങളെ വാർത്തെടുക്കുന്ന വ്യതയിൽ നിന്നും ശരിക്കും പുറത്തെത്തിക്കുന്ന അഗ്നി ഇവിടെയുണ്ട്. അല്പം ജ്ഞാനം, അല്പം വിവേകം, അത്രയേ വേണ്ടൂ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ കടുത്ത വ്യത അനുഭവിക്കുമ്പോൾ ആരുടെയും ഉപദേശം പ്രയോജനം ചെയ്യില്ല. യാതൊന്നുകൊണ്ടും കാര്യമില്ലാത്ത അവസ്ഥ. സ്വസ്ഥമായി ഇരുന്ന് ധ്യാനത്തിൽ മുഴുകാം എന്ന് കരുതിയാൽ അതിനും ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യും? സ്നേഹവും താങ്ങും ലഭിക്കുന്ന ഒരു ഇടം, ഒരു കൂട്ടായ്മ, അതിനുള്ള സാഹചര്യം, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനും നിറഞ്ഞ സ്നേഹത്തിന്റെ സ്രോതസ്സുമായ ഒരാളുമായുള്ള ബന്ധവും സമ്പർക്കവുമാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ വ്യത ഇല്ലാതാക്കാനാവും. അതിന് അധികം നേരമൊന്നും വേണ്ട. ഭാരം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കെൽപ്പുള്ള ഒരാൾ വേണമെന്ന് മാത്രം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്, ഞാൻ തന്നെ വഴി. യേശുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾ വല്ലാതെ വ്യത അനുഭവിച്ചിരുന്നു. അടിമത്തം, മധ്യ പൗരസ്ത്യദേശത്തും യെരുസലേമിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ കാരണം മറ്റൊരു മാർഗത്തിനും അവരെ രക്ഷിക്കാനാവുമായിരുന്നില്ല. യേശു ഇത്രയേ പറഞ്ഞുള്ളൂ, ഞാൻ തന്നെ വഴി, എന്നിലേക്ക് വരൂ. സ്വന്തം സ്നേഹം കൊണ്ട് അവനവരെ മോചിപ്പിച്ചു. ആവശ്യമായ ഒരു ഉന്ത് അത് കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞു. ബുദ്ധൻ പറഞ്ഞതും ഇതുതന്നെ. ആദ്യം വേണ്ടത് എന്നിലേക്ക് വരികയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറും സാന്നിധ്യത്തിൽ, സമ്പർക്കത്തിൽ, ഒരു ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് വ്യത ഉപേക്ഷിക്കാനാവും. യേശുവിനോ ബുദ്ധനോ അല്ലെങ്കിൽ ആത്മജ്ഞാനം സിദ്ധിച്ച മറ്റേതെങ്കിലും ഗുരുക്കന്മാർക്കോ നിങ്ങൾ ഒന്നും നൽകുന്നില്ല. അവർക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ എടുത്തു മാറ്റാൻ പറ്റാത്ത വ്യതയും മാലിന്യവും അവർ അങ്ങെടുക്കുന്നു എന്ന് മാത്രം. ജ്ഞാനത്തിന്റെ വെളിച്ചം സിദ്ധിച്ച എല്ലാ ആത്മീയ ഗുരുക്കന്മാരും മാലിന്യം ശേഖരിക്കുന്നവരാണ്. മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാവുന്ന യാതൊന്നുമില്ല ഈ മാലിന്യമല്ലാതെ. സ്വന്തം ബോധം, കീഴ്പ്പെടൽ, ഭക്തി, ഇവയിലൂടെ മനസ്സിന് ഈ അനാവശ്യ ഭാരങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കും. അമ്മ വീട്ടിലുണ്ട് എന്ന തോന്നൽ മനസ്സിൽ കരുതൂ. ഇത് മറ്റൊരു മാർഗമാണ്. ആദ്യം നമുക്കുണ്ടാവുന്ന ഇന്ദ്രിയാനുഭവത്തെ നിരീക്ഷിക്കുക. സ്വന്തം കുരിശ് തനിയെ ചുമക്കുക. അതിന് നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ ആവശ്യമായ ചില ക്രിയകൾ ചെയ്യുക. അതും പറ്റുന്നില്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കുക. സ്ഥിതപ്രജ്ഞനും മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളെ മുക്തനാക്കാൻ കെൽപ്പുള്ളവനുമായ ഒരാളെ. ആ ഗുരുവിന്റെ സ്നേഹവും വെളിച്ചവും മാത്രം മതി നിങ്ങൾക്ക് ശമനം നൽകാൻ. ഇതാണ് പ്രധാനപ്പെട്ട 3 മാർഗങ്ങൾ. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ അടുത്ത ചോദ്യമായി, ഗുരു ഇങ്ങനെ സഹായം നൽകുമ്പോൾ അദ്ദേഹം ശരീരം കൊണ്ട് അടുത്തുണ്ടാവണമെന്നുണ്ടോ? അത് അദ്ദേഹവുമായുള്ള ബന്ധം അനുഭവിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. തുടക്കത്തിൽ എന്തായാലും നേരിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവുക പ്രധാനമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, സമർപ്പണ മനോഭാവം വളരാൻ ധ്യാനം ഇടയാക്കുമോ? എന്താണ് ഈ സമർപ്പണം എന്ന് വെച്ചാൽ? സ്നേഹം മാത്രമാണ് അത്. ധ്യാനത്തിലൂടെ സംഘർഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. നിങ്ങൾ കൂടുതൽ സ്നേഹനിർഭരനാവുകയും ചെയ്യുന്നു. സ്നേഹിക്കാനുള്ള ശേഷി എന്ന് വെച്ചാൽ എന്താണ്? അത് നിസാര വസ്തുവിനാണ് നിങ്ങളെ ചഞ്ചലിപ്പിക്കാൻ കഴിയുക. ഇതിനനുസരിച്ചാണ് ഹൃദയത്തിന്റെ വ്യാപ്തി അളക്കുന്നത്. ഹൃദയം ഒരു കൊച്ചു കുളം പോലെ ചെറുതാണെങ്കിൽ ഒരു കൊച്ചു കല്ലിന് പോലും വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ കഴിയും. അതിൽ തടവകം പോലെയാണെങ്കിലോ കോളിളക്കമുണ്ടാക്കാൻ കുറെ കൂടി വലിയ കല്ല് വേണ്ടിവരും.
ഇനി ഹൃദയം വിശാലമായ സമുദ്രം പോലെയാണെങ്കിലോ അതിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഒന്നിനും സാധിക്കില്ല. മഹാപർവ്വതങ്ങൾ പോലും വന്നു വീഴട്ടെ, സമുദ്രം ഒരു മാറ്റവുമില്ലാത്ത മട്ടിൽ തുടരും. ജലനിരപ്പ് 1 ഇഞ്ച് പോലും ഉയരില്ല. നിർവചനങ്ങൾക്ക് അതീതമാണ് സ്നേഹം. സംഘർഷങ്ങളില്ലാതെ സ്വസ്ഥമായി ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ സ്വാഭാവികമായ സ്വത്വമാണ് അത് എന്ന് പറയാവുന്നതാണ്. എന്താണ് സ്നേഹം എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ സ്വത്വത്തിലൂടെയല്ലാതെ വേറെ വഴിയില്ല. സ്നേഹം വെറുമൊരു വികാരം മാത്രമല്ല, നിങ്ങളുടെ അസ്തിത്വം തന്നെയാണ്. നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ എല്ലാ സംഘർഷങ്ങളും കൈവിട്ട് സ്വതന്ത്ര ചിത്തരായിത്തീരണം. അടുത്ത ചോദ്യം. ഇന്ദ്രിയാനുഭവങ്ങളെ നിരീക്ഷിക്കുന്ന രീതി ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്, തലവേദനിക്കുമ്പോഴോ കഴുത്തുളുക്കുമ്പോഴോ ഒക്കെ. എന്നാൽ അപ്പോൾ ശരീരത്തിനുണ്ടാവുന്ന അനുഭവങ്ങൾ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. എന്നാൽ HIV വൈറസ് പോലെ ദീർഘകാലം ഒരു ലക്ഷണവും കാട്ടാതെ മറഞ്ഞുകിടക്കുന്ന വല്ലതും പിടിപെട്ടാലോ? അപ്പോഴത്തെ അവസ്ഥ നിരീക്ഷിക്കാൻ വല്ല ഉപായവുമുണ്ടോ? ധ്യാനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും സ്വന്തം ബോധത്തിന്റെ ശുദ്ധ സ്വരൂപമായ മനസ്സിൽ കൂടുതൽ ശ്രദ്ധയർപ്പിച്ചു തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗാതുരമായ കോശങ്ങളെ നശിപ്പിക്കും എന്ന് തീർച്ചയാണ്. കുറച്ചധികം കാലം കൃത്യമായി പരിശീലനം ചെയ്യണം. ഒപ്പം വിശ്വാസവും സ്നേഹവും ഭക്തിയും വേണം. എങ്കിൽ തീർച്ചയായും ഇത് സാധ്യമാണ്. മനസ്സിൽ ഈ ഒരു ചിന്ത വരാതെ സൂക്ഷിക്കണം. അയ്യോ, HIV പോസിറ്റീവ്. ഏതോ പരിശോധനയുടെ ഫലം കണ്ട് ഡോക്ടർ പറഞ്ഞു കേട്ട ഒരു വാക്കുമാത്രമാണത്. മനസ്സിലായില്ലേ? അത് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കും തോറും ശരീരവ്യവസ്ഥയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പാകുകയാണ് ചെയ്യുന്നത്. പകരം നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ബോധത്തിന്റെ സ്വരൂപം എന്താണ്? ബോധത്തിന് ശരീരത്തിന്മേലുള്ള സ്വാധീനം, ഇതിനെക്കുറിച്ചെല്ലാമുള്ള സുന്ദരമായ ജ്ഞാനത്തിലാണ് ശ്രദ്ധ അർപ്പിക്കേണ്ടത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യത്തിലാവട്ടെ, രോഗത്തിലാവരുത്. മസ്തിഷ്കത്തിൽ ട്യൂമർ ബാധിച്ച ഒരു ലേഡി ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ? അവർക്ക് അത്തരമൊരു രോഗവിമുക്തി ഉണ്ടാവുമെന്ന് ഡോക്ടർക്ക് വിശ്വസിക്കാനും കഴിഞ്ഞിരുന്നില്ല. അവർ ഇപ്പോൾ ആരോഗ്യവതിയാണ്. ജീവിതം രൂപപ്പെടുന്ന മാർഗം നിഗൂഢമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. കണ്ണിലുള്ള ഈ പ്രത്യേക കോശങ്ങൾക്ക് മാത്രം പ്രകാശരശ്മികളുടെ സാന്നിധ്യം അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട്? തലയിലെ കോശങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ചെവിയിലെ കോശങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഉത്തരം ആർക്കും അറിയില്ല. ചെവിയിലെ ചില പ്രത്യേക കോശങ്ങൾക്കേ ശബ്ദം കേട്ടറിയാൻ സാധിക്കൂ. അനേകം നിഗൂഢതകൾ നിറഞ്ഞതാണ് സൃഷ്ടി. അതിന് ഒരു മഹാരഹസ്യവുമുണ്ട്. അപരിമേയമായ ആ രഹസ്യം ശാസ്ത്രം നൽകുന്നത് അതിന് എല്ലാം അറിയാം എന്ന ഒരു മിഥ്യാധാരണയാണ്. ഞാൻ ശാസ്ത്രത്തിന് ഒട്ടും എതിരല്ല. പക്ഷേ ജനങ്ങൾക്ക് പലപ്പോഴുമുള്ളത് അർത്ഥജ്ഞാനം മാത്രമാണ്. ശരിക്ക് യോഗ്യത നേടിയ ഒരു ഡോക്ടറോട് ചോദിക്കൂ, അദ്ദേഹം പറയും, ശരീരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല, ഓരോന്ന് സംഭവിക്കാൻ ഇടയാവുന്നത് എങ്ങനെയാണ് എന്നും. വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. സ്വയം രോഗവിമുക്തി നൽകാനുള്ള ഒരു കഴിവ് ശരീരത്തിന് എങ്ങനെ ലഭിക്കുന്നു എന്ന് സത്യത്തിൽ നമുക്കറിയില്ല. അർത്ഥജ്ഞാനത്തിലും അർത്ഥശാസ്ത്രത്തിലുമാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസം മരുന്നുകളിലാണ്, പലതരം ചികിത്സകളിലാണ്. നമുക്ക് വിശ്വാസം രോഗമുണ്ട് എന്ന അവസ്ഥയിലാണ്. മനസ്സിനേക്കാൾ ശരീരത്തിന്റെ യാഥാർത്ഥ്യത്തിലാണ് നമുക്ക് കൂടുതൽ വിശ്വാസം. രഹസ്യങ്ങൾ നിറഞ്ഞതാണ് സൃഷ്ടി എന്ന് എപ്പോഴും ഓർക്കണം. ഏതു ദിവസവും ഏതു രഹസ്യവും പുറത്തുവരാം. 20 വർഷം മുമ്പ് ആരും HIV-യെക്കുറിച്ച് കേട്ടിട്ടേയില്ലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി സൃഷ്ടിയിലെ
അനാച്ഛാദനങ്ങൾ സംഭവിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന പ്രതിഭാസം. ഈ പ്രക്രിയ സംഭവിക്കുന്നത് ബോധത്തിന്റെ മനസ്സിന്റെ തലത്തിൽ നിന്നാണ്. ബോധസ്വരൂപത്തിന്റെ സാന്നിധ്യം, വിശുദ്ധി, നിഗൂഢത ഇത് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരുന്നത് എന്താണ് എന്ന് അറിയാൻ സാധിക്കും. ഭാരതീയർ ഇതിനെ വിളിച്ചു പോരുന്നത് സച്ചിദാനന്ദം എന്നാണ്. ഇതിൽ 3 കാര്യങ്ങളുണ്ട്: സത്യം, ബോധം, ആനന്ദം. ഇതാണ് ഒരു വ്യക്തിയുടെ സ്വരൂപം. നിങ്ങൾ ഇവിടെയുണ്ട്, അത് സത്യമാണ്. നിങ്ങളുടെ ബോധം ഉണർന്നിരിക്കുകയാണോ? ഈ 2 കാര്യങ്ങളും, സത്യവും ബോധവും, നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനിയുള്ളത് ആനന്ദമാണ്. നിങ്ങൾ തന്നെയാണ് ആനന്ദം. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ, സ്വന്തം ആഴത്തിൽ നിങ്ങൾ അവയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആനന്ദം നിങ്ങൾ തന്നെയാണെന്ന്. അടുത്ത ചോദ്യം. ദൃശ്യങ്ങൾ സങ്കല്പിക്കുന്ന രീതിയോ, ഉദാഹരണത്തിന് ദേഹത്തിൽ നിന്ന് പ്രകാശം പ്രസരിക്കുന്നതായോ രോഗത്തെ കീഴ്പ്പെടുത്തി നശിപ്പിക്കുന്നതായോ ഒക്കെ ദൃശ്യങ്ങളായി സങ്കല്പിക്കുന്ന രീതിയെക്കുറിച്ച് ഗുരുജിയുടെ അഭിപ്രായം എന്താണ്? അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ കേക്കിൽ ഐസിങ് ഇടുന്നത് പോലെ മാത്രം. ഇടയ്ക്കൊക്കെ കേക്കിൽ ഐസിങ് ചെയ്യാം, എന്നാൽ അതിന് കേക്ക് ആവശ്യമാണല്ലോ. ഐസിങ്ങിനുള്ള സാധനങ്ങളും വേണം. കേക്ക് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ വെറും ഐസിങ്ങും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സ്നേഹിക്കാനും പരസ്പരം രോഗശാന്തി നൽകാനും അഥവാ സ്വയം ശമനമുണ്ടാക്കാനും പഠിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഇത് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉടലെടുക്കുന്നില്ലേ? സ്നേഹം മറ്റൊരാളെ കാണലല്ല. നിങ്ങളിൽ സ്നേഹം പുഷ്ടിപ്പെടുമ്പോൾ മറ്റേയാൾ നിങ്ങളുടെ ഭാഗം തന്നെയായി മാറുന്നു. പിന്നെ നിങ്ങളൊരു സേവനം ചെയ്യുകയാണ് എന്ന തോന്നൽ ഉണ്ടാവില്ല. എന്തു ചെയ്യുന്നതും സ്നേഹം മൂലമായി തീരും. നിങ്ങളെ എന്നെ തന്നെ ഭാഗമായി കാണുകയാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുകയാണ് എന്ന ചിന്തയേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്താലും അത് എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ തന്നെയാണ്. കാരണം നാം ഒന്നാണ്.